ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ാം ക്ലാസ്സിലെ EVS ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ പേരുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരുകൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ജലം ജീവാമൃതം, വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് എന്ന 3ാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ യൂണിറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം പോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ. ആദ്യത്തെ പ്രവർത്തനം, നിറം നൽകാം. വെള്ളം ശേഖരിച്ചു വെക്കാൻ താഴെ കാണുന്ന ഏതെല്ലാം പാത്രങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവയ്ക്ക് നിറം നൽകൂ. അപ്പൊ ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇത് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. പിന്നെ ബക്കറ്റ്, അതെ. പിന്നെ ജഗ് വെള്ളം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കളർ ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, ചിത്രത്തിലെ ഏത് പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? ഏത് പാത്രത്തിലായിരിക്കും? ഈ ബക്കറ്റിലായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ അത് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഏറ്റവും കുറച്ച് വെള്ളം കൊള്ളുന്ന പാത്രം ഏതാണ്? ഏതായിരിക്കും? ഗ്ലാസ് ആണോ അതോ ഇതാണോ? ഗ്ലാസ് ആയിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? കമന്റ് ചെയ്യാം കേട്ടോ. Which vessel among those shows in the picture can contain maximum water? ഇതിൽ ഏത് പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? ഈ ബക്കറ്റിലായിരിക്കും. കാരണം ഇതാണ് കാണുമ്പോൾ ഏറ്റവും വലുത് അല്ലേ. അടുത്തത്, which vessel can contain the least amount of water? ഏറ്റവും കുറച്ച് വെള്ളം കൊള്ളുന്നത് ഏതായിരിക്കും? ഇതാണോ അതോ ഇതാണോ? ഇതായിരിക്കും അല്ലേ. കാരണം അത് കുറച്ചുകൂടി വലുപ്പം തോന്നുന്നുണ്ട്. അടുത്തത്, 2 കിണറുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ 2 കിണറുകളുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ കിണർ നോക്കൂ, അത് ക്ലീൻ ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്ലീൻ ആണെന്നുള്ളത്? മുകളില് ഒരു കാക്ക ഇരിക്കുന്നുണ്ട്, പിന്നെ വസ്ത്രം അലക്കുന്നുണ്ട്, പിന്നെന്താണ് ചപ്പ് ചവറുകളും അതുപോലെ തന്നെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വെള്ളം തുറന്നിട്ടാണ് അല്ലേ, അടച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാക്ക കൊടുന്നിട്ട് ഇതിൽ ഇടാൻ ചാൻസ് ഉണ്ട്, ഇലകൾ വീഴാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പല ചാൻസുകളുള്ള ഒരു കിണറാണിത് അല്ലേ. പിന്നെ എന്തെങ്കിലും വെള്ളം ഒക്കെ ഒലിച്ചു വന്നാൽ നേരെ കിണറ്റിലേക്കാണ് അത് പോകുന്നത്. എല്ലാ മാലിന്യങ്ങളും കൂടി കിണറ്റിലേക്ക് പോകും, ഈ ഒരു മതിലൊന്നും കെട്ടാത്തത് കൊണ്ട്. പക്ഷെ ഈ കിണറോ നല്ല വൃത്തിയുള്ള കിണറാണ് അല്ലേ. എന്താണ്, അടച്ചിട്ടുണ്ട്, പിന്നെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള കിണർ, മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കിണറ്റിൽ നിന്നാണ് നിങ്ങൾ വെള്ളം കുടിക്കുക? ഈ കിണറ്റിൽ നിന്നായിരിക്കും അല്ലേ. 2ാമത്തെ കിണറാണ് നല്ല വൃത്തിയുള്ള കിണർ. അപ്പൊ വൃത്തിയുള്ള കിണറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവൂ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. Which of the 2 well water will you use for drinking? ഇവിടെ there are 2 wells are given അല്ലേ. 2 കിണർ ഇവിടെ തന്നിട്ടുണ്ട്. What is the speciality of first well? There is a crow, then a woman is washing clothes, then there are a lot of plastic materials and other substances അല്ലേ. ഒരുപാട് മാലിന്യങ്ങൾ അല്ലേ ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെന്താണ്, well is not covered and it's not covered properly. ഇവിടെ പക്ഷെ ഇപ്പുറത്തോ it is covered. പിന്നെന്താണ് ഇവിടെ? Yes, it's given beautiful fencing അല്ലേ, മതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, നല്ല ക്ലീൻ ആണ്. അപ്പൊ ഏത് കിണറിനാവും will you use to drink water? Yes, I prefer to drink water from this well. അപ്പൊ എനിക്കിഷ്ടം ഈ ഒരു വെള്ളം കുടിക്കാനാണ്. നിങ്ങൾക്കോ? Yes, നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ വൃത്തിയുള്ള വെള്ളം തന്നെയാണ്, നല്ല വൃത്തിയുള്ള വാട്ടർ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതർവൈസ് we will fall ill അല്ലേ. we will fall ill. നമ്മൾ
നമുക്ക് ഡിസീസസ് വരും. ഓക്കെ, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല വൃത്തിയുള്ള വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. വൃത്തിയുള്ള കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. കുടിവെള്ളത്തിനായി കൂടുതൽ പേരും ആശ്രയിക്കുന്നത് കിണറിനെയാണ്. അതുകൊണ്ടാണ് കിണർ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എന്താണ് കിണറ്റിലെ കുടിവെള്ളത്തിനായിട്ട് നമ്മൾ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എന്തിനെയാണ്? കിണറിനെയാണ് അല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കിണർ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്? കുടിവെള്ളത്തിനായി കൂടുതൽ പേരും ആശ്രയിക്കുന്നത് കിണറിനെയാണ്. അതുകൊണ്ടാണ് കിണർ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. കിണറിലെ വെള്ളം മലിനമാകുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡു വി കീപ് അവർ വെൽസ് ക്ലീൻ? Because wells must be kept clean because most people depend on wells for drinking water. വെള്ളം കുടിക്കാനായിട്ട് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എന്തിനെയാണ്? വെൽസിനാണ്. So wells must be kept clean. There are many reasons for pollution of well water. Well water pollution ചെയ്യുന്ന കുറേ റീസൺസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ അടുത്തുള്ള കിണറുകളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? കിണറിന് ആൾമറയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇൻഡു ഇടുക കേട്ടോ. കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ തെറ്റിടാം. കിണറിനടുത്ത് കുളിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. തുണി അലക്കുന്നത് കിണറിന്റെ സമീപത്താണോ? അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുക, ആണെങ്കിൽ ആണെന്ന് എഴുതുക. കിണറിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചാണോ കക്കൂസ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്? ആണെങ്കിൽ ആണ് എന്ന് എഴുതുക, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കിണറിനെ മലിനമാക്കുന്നത്. ഓക്കെ, കിണർ വല കെട്ടിയിട്ടില്ലെങ്കിൽ, വല കൊണ്ട് മൂടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇലകളൊക്കെ വീണ്, അതുപോലെ തന്നെ പല കിളികളും ഒക്കെ അതിന്റെ മുകളിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അതൊക്കെ കിണറിലേക്ക് ഇടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൂച്ച വന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കിണറ്റിലെ വെള്ളം മലിനമാകും. അടുത്തത് കിണറിന് ആൾമറ. നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു മതില് പോലെ, അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വെള്ളം, അതായത് മലിനജലമൊക്കെ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഒലിച്ചു വന്ന് കിണറ്റിലേക്ക് വീഴില്ല. ആൾമറ ഇല്ലെങ്കിലോ അതെല്ലാം കിണറ്റിലേക്ക് വന്ന് കിണറ്റിലെ വെള്ളം മലിനമാകും. കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കിണറിനകത്ത് കുളിക്കാറുണ്ടോ? കുളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കുളിക്കുമ്പോഴത്തെ സോപ്പും അങ്ങനെയുള്ള എല്ലാതും കിണറ്റിലെ വെള്ളത്തിലേക്ക് വീഴും. പിന്നെ തുണി അലക്കുന്നത്, അപ്പോഴും ഈ ഒരു ചളിയും അതുപോലെ തന്നെ സോപ്പും എല്ലാം കിണറ്റിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. കിണറിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചാണോ കക്കൂസ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ വേസ്റ്റ് മുഴുവൻ കിണറ്റിലേക്കുള്ള വെള്ളത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിരീക്ഷിക്കണം. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു കിണറിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളത് കേട്ടോ. സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വാട്ട് ഓൾ ഷുഡ് ബി ഒബ്സർവ്ഡ്, അതായത് നമ്മൾ ഈ ഒരു വെല്ലിന്റെ അടുത്തുള്ള കിണറുകളൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കിണറ്റിലെ വെള്ളം മലിനമാകുന്നത് അല്ലെങ്കിൽ ക്ലീൻ അല്ലാത്തത് എന്നുള്ളതാണ്. ക്ലീൻ വെൽസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈസ് ദ വെൽ കവേർഡ് വിത്ത് നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം. പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൌണ്ട് ദ വാൾ, ഫെൻസിങ് ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം. ഇസ് ദർ പൊല്യൂട്ടഡ് വാട്ടർ കളക്ടിങ് നിയർ ദ വെൽ, വെല്ലിന്റെ അടുത്ത് ഈ ഒരു മലിനജലം അല്ലെങ്കിൽ അൺക്ലീൻ വാട്ടർ ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഡു പീപ്പിൾ ബാത്ത് നിയർ ദ വെൽ, വെല്ലിന്റെ അടുത്ത് നിന്നിട്ടാണോ കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ആർ ക്ലോത്ത്സ് വാഷ് നിയർ ദ വെല്ലിന്റെ അടുത്ത് നിന്നാണോ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാറുള്ളത്, ഡ്രസ്സുകളൊക്കെ അലക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഈസ് എ സെപ്റ്റിക് ടാങ്ക് കെപ്റ്റ് അവേ ഫ്രം ദ വെല്ലിന്റെ അടുത്താണോ സെപ്റ്റിക് ടാങ്ക്, ബാത്റൂമിന്റെ ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ അതൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. അപ്പോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വെൽസ് അൺക്ലീൻ ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഓരോ ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നെറ്റ് ഇടുക, അതുപോലെ തന്നെ ഫെൻസിങ്, പൊല്യൂട്ടഡ് വാട്ടർ കെട്ടിക്കിടക്കാതിരിക്കുക, അതുപോലെ തന്നെ ബാത്ത് ചെയ്യാതിരിക്കുക നിയർ ദ വെൽ, ക്ലോത്ത്സ് വാഷ് ചെയ്യാതിരിക്കുക, സെപ്റ്റിക് ടാങ്ക് കറക്റ്റായിട്ട് അകലത്തിൽ വെക്കുക. ഈ കാരണങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെൽ എന്താവും, നല്ല ക്ലീൻ വെല്ലാവും, ക്ലീൻ വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ജലം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളാണ്. ഒരുപാട് മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും വാട്ടർ പ്യൂരിഫയർ അല്ലേ. വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമ്മളുടെ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്, ആധുനിക ഉപകരണമാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിലും ചില വിദ്യാലയങ്ങളിലും ഒക്കെ എന്തുണ്ട്, വീടുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ അല്ലെ. വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ, വെള്ളം ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ. അപ്പൊ ഒരു വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? വാട്ടർ പ്യൂരിഫയർ. യെസ്. ഡ്രിങ്കിങ് വാട്ടർ. ഡോണ്ട് യു ക്യാരി എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ യുവർ ബാഗ് ടു സ്കൂൾ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകാറുണ്ടോ? ഡോണ്ട് യു ടേക്ക് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഇൻ ഇറ്റ്. നിങ്ങൾ തിളപ്പിച്ച വെള്ളമാണോ അതോ കൂൾ ചെയ്ത വെള്ളമാണോ ഉപയോഗിക്കുന്നത്? ദി വാട്ടർ വി ഗെറ്റ് മെ നോട്ട് ഓൾവേസ് പ്യുർ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളമൊക്കെ എപ്പോഴും പ്യുവർ ആയിരിക്കണമെന്നില്ല. ഇഫ് യു ഡോണ്ട് യൂസ് എ പ്യുവർ വാട്ടർ ദർ വിൽ ബി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഡിസീസസ്. നമ്മൾ പ്യുവർ വാട്ടർ, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, നല്ല വെള്ളമല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദർ വിൽ ബി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഡിസീസസ്. ഒരുപാട് ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഷുഡ് ഡ്രിങ്ക് പ്യുവർ വാട്ടർ. വൈ ഷുഡ് വി ഡ്രിങ്ക് പ്യുവർ വാട്ടർ? If we don't use pure water there will be chance of getting different diseases. ഒരുപാട് ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ക്ലീൻ വാട്ടർ കുടിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ കുടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്. there are several ways to purify water. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പ്യൂരിഫൈ ചെയ്യാൻ, വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മോഡേൺ എക്യുപ്മെന്റ്സ് ലൈക്ക് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ അവൈലബിൾ നൗ. അപ്പോൾ നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ഏതാണ്? വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ചില സ്കൂളുകളിലും അതുപോലെ തന്നെ ചില വീടുകളിലും ഓഫീസസിലൊക്കെ സച്ച് അപ്ലയൻസസ് ആർ യൂസ്ഡ് ഇൻ ഹൗസസ്, ഓഫീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുഡേ. അപ്പോൾ ഒരുപാട് വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അപ്ലയൻസ് ആണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല, ചില സ്കൂളുകളിലൊക്കെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അടുത്ത ചോദ്യം, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് എങ്ങനെ കിണർ ജലം ശുദ്ധീകരിക്കാം? എങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ പറ്റുന്നത്? കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിങ് പൗഡർ ആണ് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും കിണർ വെള്ളം ശുദ്ധീകരിക്കണം. 2 ആൾ ആഴത്തിൽ വെള്ളമുള്ള കിണറിലേക്ക് ഒരു തീപ്പെട്ടിക്കൂടിൽ കൊള്ളാവുന്നത്ര ബ്ലീച്ചിങ് പൗഡർ മതിയാകും. 1 കപ്പ് വെള്ളത്തിൽ 1 തീപ്പെട്ടിക്കൂട് ബ്ലീച്ചിങ് പൗഡർ കലക്കി വെക്കുക. കലക്കി വെച്ചതിന് തെളിവെള്ളം ശേഖരിച്ച് കിണറിൽ ഒഴിക്കുക. വെള്ളം കോരാനുള്ള ബക്കറ്റ് ഉപയോഗിച്ച് കിണറിലെ വെള്ളം നന്നായി ഇളക്കുക. പിറ്റേ ദിവസം രാവിലെ മുതൽ കിണറിലെ ജലം ഉപയോഗിക്കാം. ബ്ലീച്ചിങ് പൗഡർ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കും. ബ്ലീച്ചിങ് പൗഡർ ആവശ്യത്തിലധികമാകുന്നത് ദോഷമാണ്. അപ്പൊ എങ്ങനെയാണ് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണ്? യെസ്, ബ്ലീച്ചിങ് പൗഡർ. മാസത്തിൽ ഒരിക്കലെങ്കിലും കിണർ വെള്ളം ശുദ്ധീകരിക്കണം. പിന്നെ എത്ര ബ്ലീച്ചിങ് പൗഡർ എടുക്കണം? 2 ആൾ വെള്ളമുള്ള കിണറിലേക്ക് 1 തീപ്പെട്ടിക്കൂടിൽ കൊള്ളാവുന്നത്ര ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ട് എന്ത് ചെയ്യണം? 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, തെളിവെള്ളം, അത് കിണറ്റിലേക്ക് ഒഴിച്ച് ബക്കറ്റ് കൊണ്ട് നന്നായിട്ട് ഇളക്കുക. പിറ്റേ ദിവസം രാവിലെ മുതൽ ബ്ലീച്ചിങ് പൗഡർ നല്ല ശുദ്ധമായ ജലം ഉപയോഗിക്കാം. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ ആവശ്യത്തിലധികമാവരുത്, അത് നമുക്ക് ദോഷമാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കാം, ഹൗ ടു യൂസ് ബ്ലീച്ചിങ് പൗഡർ ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ വെൽ വാട്ടർ. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? നോർമലി ബ്ലീച്ചിങ് പൗഡർ ഈസ് യൂസ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ ആണ് അല്ലേ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്? വൺസ് എ മന്ത്, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വെൽ വാട്ടർ ക്ലീൻ ചെയ്യണം.
In a well with the water up to 2 persons height, bleaching powder in a matchbox is sufficient. ഇപ്പൊ രണ്ടാള് വലിപ്പമുള്ള ഒരു വെള്ളം ഉള്ള കിണറുണ്ടല്ലോ, അതിൽ ഒരു മാച്ച് ബോക്സ് ബ്ലീച്ചിങ് പൗഡർ മതിയാവും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇവിടുന്ന് മുതലാണ്. മിക്സ് എ മാച്ച് ബോക്സ് ഫുൾ ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിത്ത് എ കപ്പ് ഓഫ് വാട്ടർ. ഒരു കപ്പ് വെള്ളത്തിൽ ഒരു മാച്ച് ബോക്സ് ഇതെടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, വെള്ളവും അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് മിക്സ് ചെയ്യാം. പോർ ദ ഫിൽറ്റേർഡ് വാട്ടർ ഇൻ ടു ദ വെൽ. അതിനുശേഷം അതിന് മുകളിൽ ഊറി വരുന്ന ഒരു വെള്ളമുണ്ടല്ലോ, തെളിവെള്ളം, അത് എടുത്തിട്ട് വെള്ളിലേക്ക് ഒഴിക്കുക. നൗ സ്റ്റിർ ദ വെൽ വാട്ടർ യൂസിങ് ദ ബക്കറ്റ് ആൻഡ് ടു ഡ്രോ വാട്ടർ ഫ്രം ഇറ്റ്. അതിനുശേഷം നന്നായിട്ട് ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഇളക്കുക. ദ വാട്ടർ ഇൻ ദ വെൽ മേ ബി യൂസ്ഡ് ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേ ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ആ ഒരു കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാം. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ നിങ്ങൾ എഴുതണം കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്. പിന്നെ പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ക്യാൻ ബി ഹാഡ് ഫ്രം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ എവിടുന്നാണ് കിട്ടുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഓവർ യൂസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ഇതൊന്നും എഴുതണ്ട കേട്ടോ നിങ്ങൾ, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓവർ യൂസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് ഹാംഫുൾ ടു ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്തിന് എന്താണ്, ബ്ലീച്ചിങ് പൗഡർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹാംഫുൾ ആയിട്ട്, നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് കൂട്ടുകാർ നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നജ ഫാത്തിമ, നജ ഐഷ, അതുപോലെ തന്നെ മിത ഐഷ, നൂഹ ഫാത്തിമ. അപ്പൊ ഇത്രയും കൂട്ടുകാരാണ് നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്സും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകളാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.